ഹലോ ഗൈസ്, ഇറ്റ്സ് മിസ്റ്ററി. അപ്പോൾ നമുക്ക് ഇന്ന് രണ്ട് A4 ഫ്രെയിം ആയിരുന്നു വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരെണ്ണം നമുക്ക് ഇവിടെ തന്നെ ലോക്കൽ ഡെലിവറി ആണ്, പിന്നെ ഒരെണ്ണം നേരെ കണ്ണൂർക്കാണ് പോകുന്നത്. ഫ്രെയിം കുറച്ച് ലോങ് പോകുന്നതുകൊണ്ട് തന്നെ പാക്കിംഗ് ഒക്കെ സേഫ് ആൻഡ് സെക്യൂർ ആയിരിക്കണമല്ലോ. സാധാരണ നമ്മൾ ലോങ് പോകുന്ന ഫ്രജയിലൊക്കെ ബബിൾ റാപ്പ് ഇട്ട് സെക്യൂർ ചെയ്താണ് നമ്മൾ പാക്ക് ചെയ്യുന്നത്. ഇതാണെങ്കിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന റാപ്പ് തീർന്നും പോയി. നമ്മൾ തിരക്കിയ സ്ഥലത്തൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ നമ്മൾ ലാസ്റ്റാണ് ഈ ഒരു പ്ലാനിങ്ങിലോട്ട് വരുന്നത്. രണ്ട് സൈഡും തെർമോക്കോൾ വെച്ച് സെക്യൂർ ചെയ്ത് ബ്രൗൺ ടേപ്പാണ് ഫുള്ള് നമ്മൾ റാപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തെർമോക്കോൾ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡൊക്കെ, അതായത് ഇതിന്റെ എഡ്ജ് സൈഡൊക്കെ പൊട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട്, അതായത് തെർമോക്കോൾ കാണാൻ പറ്റാത്ത രീതിയിൽ തന്നെ ബ്രൗൺ ടേപ്പ് ഇട്ട് നമ്മൾ റാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തായാലും റിസീവ് ചെയ്യുന്ന ആൾ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് പാടുപെടും എന്നുള്ള കാര്യത്തിൽ എനിക്കിത് പാക്ക് ചെയ്യുമ്പോൾ തന്നെ ഷുവർ ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും ബ്രൗൺ ടേപ്പ് ഇട്ട് റൗണ്ട് ചെയ്ത് ഇത് കവർ ചെയ്യുന്നത് കൊണ്ട് ഇത് ഓപ്പൺ ചെയ്യാൻ എന്തായാലും കുറച്ച് ടാസ്ക് ആയിരിക്കും. കുറച്ച് പേഷ്യൻ ലെവൽ എന്തായാലും വേണം. അങ്ങനെ നമ്മളിത് ഫുള്ള് തെർമോക്കോൾ കാണാൻ പറ്റാത്ത രീതിയിൽ ഫുള്ള് റാപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ എഡ്ജ് ക്രാക്ക് ആയി പോകാനുള്ള പെർസെൻറ്റേജ് ഭയങ്കര കൂടുതലാണ്. അത് നമുക്ക് കൊറിയർ അയക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ട് എഡ്ജൊക്കെ നമ്മൾ ഒന്നുകൂടെ സേഫ് ആയിട്ട് ഒന്നുകൂടെ പിന്നെയും ബ്രൗൺ ടേപ്പ് ഇട്ട് എഡ്ജ് മാത്രം ഒന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു റാപ്പിംഗ് ഷീറ്റ് കൂടി ഇട്ട് ഫൈനലായിട്ട് ഒന്നുകൂടെ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. കാരണം നമ്മൾ അയക്കുന്നത് എത്രയാണെങ്കിലും ഒരു ഗിഫ്റ്റ് ആണല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഗിഫ്റ്റിൻ്റെതായ ഒരു ലുക്കിൽ തന്നെ ചെല്ലട്ടെ എന്ന് ഓർത്തിട്ട് നമ്മൾ ലാസ്റ്റ് റാപ്പിംഗ് ഷീറ്റ് കൂടെ വന്നിട്ട് നല്ലപോലെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ഒന്നുകൂടെ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു ലുക്കിന് വേണ്ടിയിട്ട്. നമ്മൾ കൊറിയർ അയക്കുമ്പോഴത്തേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ അഡ്രസ്സ്, അതായത് ഫ്രമും ടൂവും വെക്കുക എന്നുള്ളത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് തന്നെ വെക്കുക, വിത്ത് പിൻകോഡ്, ഫോൺ നമ്പർ, ഇതൊന്നും മറന്നു പോകാതിരിക്കുക. കാരണം ഏതെങ്കിലും ഒരെണ്ണം മിസ്സായിട്ടുണ്ടെങ്കിൽ ഇത് റിട്ടേൺ വരാനും റിസീവ് ആവാതിരിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ അഡ്രസ്സൊക്കെ ഫില്ല് ചെയ്തിട്ട് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കൺഫർമേഷൻ വാങ്ങിച്ചിട്ട് മാത്രമേ നമ്മളിത് കൊറിയർ അയക്കാറുള്ളൂ. അങ്ങനെ അഡ്രസ്സ് എല്ലാം ഫില്ല് ചെയ്ത് ഒട്ടിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മുടെ ഒരു ലോഗോ സ്റ്റിക്കറും കൂടെ വെക്കുന്നുണ്ട്, ജസ്റ്റ് ഫോർ പബ്ലിസിറ്റി, അത്രേ ഉള്ളൂ. ആണ് നമ്മുടെ രണ്ടാമത്തെ ഫ്രെയിം ലോക്കൽ ഡെലിവറി ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ DTDCയിലേക്ക് പോവുകയാണ് കൊറിയർ അയക്കാനായിട്ട്. ഇടയ്ക്ക് ചെറിയൊരു മഴയൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് നേരെ കണ്ണൂർക്ക് പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.